പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ 1.5 പതിറ്റാണ്ടായി തുടരുന്ന മമതാ ബാനർജിയുടെ അപ്രമാദിത്വത്തിന് ഒടുവിൽ അന്ത്യം കുറിക്കപ്പെടുമ്പോൾ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു അദ്ഭുത തിരിച്ചുവരവിന് വഴി തുറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 3 പതിറ്റാണ്ടിലേറെ കാലം ബംഗാൾ ഭരിച്ച കോൺഗ്രസിന് താഴെ ഇറക്കിയാണ് CPM അധികാരത്തിൽ വന്നതെങ്കിൽ പിന്നീട് വന്ന മമതയുടെ തൃണമൂൽ കോൺഗ്രസ് ഈ 2 പാർട്ടികളെയും ഒരുപോലെ തകർത്തെറിഞ്ഞ ചരിത്രമാണ് ബംഗാളിൽ കണ്ടത്. എന്നാൽ കാലം കാത്തുവെച്ച ഒരു കാവ്യനീതി പോലെ അന്ന് കോൺഗ്രസിന് സംഭവിച്ച അതേ പതനത്തിലേക്ക് ഇന്ന് തൃണമൂൽ കോൺഗ്രസും കൂപ്പുകുത്തുകയാണ്. മമതയുടെ ഭരണം നഷ്ടപ്പെടുക മാത്രമല്ല, പാർട്ടിയുടെ അടിത്തറ തന്നെ പൂർണ്ണമായും ഇളകിമറിഞ്ഞിരിക്കുന്നു. ഈ വലിയ രാഷ്ട്രീയ അട്ടിമറിയെയും തൃണമൂലിന്റെ തകർച്ചയെയും കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബംഗാളിൽ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തന്ത്രപ്രധാനമായ നീക്കങ്ങളാണ് നടത്തുന്നത്. നിലവിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ പോലും ഭരണമില്ലാതിരുന്ന കോൺഗ്രസ് അടിത്തട്ടിലെ വിള്ളലുകൾ നികത്തിക്കൊണ്ട് അതിശക്തമായാണ് ഇപ്പോൾ തിരിച്ചു വരുന്നതും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പശ്ചിമ ബംഗാളിലെ കൂച്ച് ബിഹാർ ജില്ലയിലെ മെഗ്ലിഗഞ്ച് മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് നേടിയ വമ്പൻ വിജയം. മുനിസിപ്പാലിറ്റി ചെയർമാനും പ്രമുഖ തൃണമൂൽ നേതാവുമായ പ്രഭാത് പാട്നി TMC വിട്ട് കോൺഗ്രസിൽ ചേർന്നതോടെയാണ് അവിടെ മമതയുടെ പാർട്ടി മൂക്കും കുത്തി വീണത്. കൊൽക്കത്തയിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് സംസ്ഥാന അധ്യക്ഷൻ ശുംഭങ്കർ സർക്കാരിന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. ആകെ 9 വാർഡുകളുള്ള ഈ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകൾ നേടി വലിയ ഭൂരിപക്ഷത്തോടെയാണ് തൃണമൂൽ ഭരണം പിടിച്ചിരുന്നത്. ബാക്കി 2 സീറ്റുകൾ BJPക്കുമായിരുന്നു. എന്നാൽ പ്രഭാത് പട്നി കോൺഗ്രസിലേക്ക് എത്തിയതിന് പിന്നാലെ ബാക്കിയുള്ള 6 തൃണമൂൽ കൗൺസിലർമാർ കൂടി ഉടൻ തന്നെ കോൺഗ്രസിൽ ചേരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതോടെ മെഗ്ലിഗഞ്ച് മുനിസിപ്പാലിറ്റിയുടെ ഭരണം പൂർണ്ണമായും കോൺഗ്രസിന്റെ കൈകളിലേക്ക് മാറുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് പുരുലിയ ജില്ലയിലെ ജൽദ മുനിസിപ്പാലിറ്റിയിൽ സമാനമായ രീതിയിൽ കോൺഗ്രസ് കൗൺസിലർമാരെ കൂറുമാറ്റി തൃണമൂൽ ഭരണം പിടിച്ചെടുത്തിരുന്നു. അതിന് മമതയുടെ കോട്ടയിൽ വെച്ച് തന്നെ കോൺഗ്രസ് നൽകിയ ശക്തമായ മറുപടിയാണ് മെഗ്ലിഗഞ്ചിലെ ഈ അട്ടിമറി. BJPയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടാൻ കോൺഗ്രസ് മാത്രമാണ് യഥാർത്ഥ ബദലെന്നും തൃണമൂലിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നും ഈ നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ അത് രാജ്യത്താകമാനമുള്ള കോൺഗ്രസ് അണികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം അത് ചെറുതല്ല. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം മാത്രം ബാക്കി നിൽക്കെ ലഭിച്ച ഈ ഭരണം ബംഗാളിൽ കോൺഗ്രസിന്റെ ജൈത്രയാത്രയ്ക്ക് വീണ്ടും തുടക്കം കുറിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിലെ പൊട്ടിത്തെറി ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമല്ല ഒതുങ്ങുന്നത്, അത് പാർട്ടിയുടെ പാർലമെന്ററി അണികളിലേക്കും പടർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് മമതാ ബാനർജിയുടെ ഉറക്കം കെടുത്തുന്ന വാർത്തകളാണ് പുറത്തു കൊണ്ടുവരുന്നത്. പാർട്ടിയുടെ 23 MPമാർ വിമതരായി ബന്ധപ്പെട്ടതാണ് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി മമതാ ബാനർജി അടിയന്തരമായി വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് എത്തിയത് വെറും 8 MLAമാരും 6 MPമാരും മാത്രമാണ് എന്ന വാർത്താ ഏജൻസിയായ ANI വ്യക്തമാക്കുന്നുണ്ട്. ലോക്സഭയിൽ മാത്രം തൃണമൂൽ 29 MPമാരുള്ള സ്ഥാനത്താണിത്. യോഗത്തിൽ പങ്കെടുത്തത് 3 ലോക്സഭാ MPമാരിൽ ഒരാൾ അനന്തരവനായ അഭിഷേക് ബാനർജി മാത്രവുമാണ്. ശേഷിക്കുന്ന ഭൂരിഭാഗം MPമാരും പാർട്ടി വിടുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. മുൻപ് നടന്ന MLAമാരുടെ യോഗത്തിലും വലിയ രീതിയിലുള്ള വിട്ടുനിൽക്കൽ ഉണ്ടായതുമാണ്. 80 MLAമാരിൽ നിന്ന് അന്ന് 20 പേർ പങ്കെടുത്ത സ്ഥാനത്ത് ഇത്തവണ 8 പേർ മാത്രമായി എത്തിയിരിക്കുന്നു എന്നുള്ളത് തൃണമൂലിന്റെ പൂർണ്ണമായ തകർച്ചയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ സുവർണാവസരം മുൻകൂട്ടി കണ്ടുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം താഴെത്തട്ടിൽ വലിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ട്.